പ്രസാദം. അമ്മാമ്മ ശിവന്റെ അമ്പലത്തിൽ പോയെന്ന് തൊഴുതു. എന്താ നിനക്ക് ആകെ ഒരു മാറ്റമുണ്ടല്ലോ, ഒരു മൗനം. സുഖല്ലായി പോലുണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ അമ്മാമ്മയോട് തുറന്നു പറയണം. നീ എവിടെയെങ്കിലും വീണുപോയാ ആരും ഉണ്ടാവില്ല. ആരും ഉണ്ടാവണ്ട എന്ന് പറയാൻ എളുപ്പമാ, ഇപ്പൊ മനസ്സിലാവില്ല. അമ്മാമ്മയുടെ ഒക്കെ പ്രായമാകുമ്പോ അത് മനസ്സിലാവും. മക്കളും കുട്ടികളൊന്നും ഇല്ലാത്തതിന്റെ ദണ്ണം ഇപ്പോഴാ പിടി കിട്ടണത്. ഒന്നില്ലെങ്കിൽ എവിടെങ്കിലും വീണ് ചത്ത കൊണ്ടുപോയി കുഴിച്ചിടല്ലോ. ഇത് പാരാ ഉണ്ടാവുക. അമ്മാമ്മയ്ക്ക് ഞാനില്ലേ? ഉണ്ട്, എന്നാലും ഒക്കെ ഒരു മായ. എന്താ ഏതാന്നൊന്നും നമുക്കൊരു നിശ്ചയമില്ല. ഒന്നും നമ്മുടെ കയ്യിലില്ല. നമ്മളെക്കാൾ വലിയൊരാളുണ്ട്. നമ്മുടെ വാശിയും ഇഷ്ടവും നിശ്ചയവും ഒക്കെ വെറുതെയാ, മായ. അമ്മേ മഹാമായേ കൃഷ്ണ. മതി ഉളി തേച്ചേ, തേഞ്ഞു പോവും. നല്ല ബ്ലേഡ് പോലെ ആവണം, അങ്ങനെയാ മേനോൻ സാറ് പറഞ്ഞിട്ടുള്ളത്. വേലായുധാ, വേല കയ്യിലിരിക്കട്ടെ മോനെ. ഇത് ബ്ലേഡ് പോലെ ആക്കിയിട്ട് നീ എന്താ ഷേവ് ചെയ്യാൻ വന്നതാ? അതെ, നീ തടുപ്പോനെ എടുത്താൽ മതി കേട്ടോ. 2 ദിവസം കഴിഞ്ഞാൽ മൂപ്പരും കിട്ടെത്തും. അതിനു മുമ്പ് പണി ഒരു വീടാക്കിയില്ലെങ്കിലേ വെറും ക്ലാസ് എടുക്കൽ മാത്രമാവും. അടുത്ത കാലത്തൊന്നും പൊറപ്പണി കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നുമില്ല, ഞാൻ ആശുപത്രി പോയിരുന്നു. ആ അവിടെ ആകെ പ്രശ്നമായിരിക്കാണ്. പ്രശ്നം? എന്ത് പ്രശ്നം? മേനോൻ ചേട്ടൻ ആരെയോ വിട്ട് ചാരായം മേടിച്ച് മുറിയിലിരുന്ന് കുടിച്ചുത്രേ. ഇയാളിത് നേഴ്സുമാർ ആരോ കണ്ട് ഡോക്ടറെ അടുത്ത് കംപ്ലൈന്റ് ചെയ്ത്. ചതിച്ചോ പഠിച്ചോനെ? ഏതായാലും കുളമായി, ഡിസ്ചാർജും ചെയ്തു. എന്നാ പിന്നെ ഇതുകൂടെ അങ്ങ് തീർച്ചയായും. മനുഷ്യനായ ഇത്ര അഹങ്കാരം പാടില്ല. ഓ, ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചപ്പോ ഒരു രസത്തിന് ഇത്തിരി കഴിച്ചു. അതുകൊണ്ട് ഇപ്പൊ ആകാശം ഇടിഞ്ഞു വീഴുകയോ ഭൂമി ഒലുങ്ങുകയോ ഒന്നുമില്ല. ഏത്? ഇതൊരു ആശുപത്രിയാണ്, കള്ളുഷാപ്പൊന്നും അല്ല. അതെങ്കിലും ഓർക്കണായിരുന്നു. ഓ, ആശുപത്രിയാണല്ലോ, ഇവിടെ ഉപയോഗിക്കണ്ടല്ലോ സ്പിരിറ്റ്. ഈ ചാരായം സ്പിരിറ്റ് തന്നെയാ. ചാരായം നിങ്ങളുടെ തലയ്ക്ക് അസല് ഭ്രാന്ത് തന്നെയാ. അല്ലെന്ന് ആര് പറഞ്ഞു? ഭ്രാന്ത് തന്നെ. അല്ലെങ്കിൽ കൂടപ്പുറപ്പുകള് വിശന്ന് കരയണത് കണ്ടപ്പോ ഒരുത്തൻ ചാടിക്കേറി അങ്ങ് പട്ടാളത്തിൽ ചേരൂ. വെടിയുണ്ടയുടെയും ബോംബിന്റെയും രൂപത്തിൽ മരണം ആർത്തലച്ചു വരുമ്പോ ഒന്നും നോക്കാതെ മുന്നോട്ട് ചാടിക്കേറുന്ന പട്ടാളക്കാരന് ഭ്രാന്ത് തന്നെ. രാവില്ല, പകലില്ല, മഞ്ഞില്ല, മഴയില്ല, വെയിലില്ല, വിശപ്പില്ല, ദാഹമില്ല, മോഹമില്ല. എന്തിന്? ഒരു ജന്മം തീരെഴുതി കൊടുത്തു. തീരെഴുതി പറയണം മേം സാബ്. തീരെഴുതി കൊടുത്തു. അതെ. അതുകൊണ്ടെന്താ? കൂടപ്പിറപ്പുകൾ വളർന്നു, ഭാര്യയായി, ഭർത്താവായി, മക്കളായി, കുടുംബമായി. ഇതൊക്കെ മറന്നവന് ഭ്രാന്തല്ലേ? പട്ടാളത്തിൽ നിന്ന് തിരിച്ചു വന്നപ്പോ ലാൻസ് നായിക് മുകുന്ദൻ മേനോൻ വെറും ഒരു ഒഴിഞ്ഞ തകരപ്പാത്രം. സങ്കടം പറഞ്ഞ് കരഞ്ഞപ്പോ വീട്ടുകാര് പറഞ്ഞു വട്ട്. ഔദാര്യത്തിനും അവകാശത്തിനും കാത്തു നിൽക്കാതെ കൈയും വീശി ഇറങ്ങിപ്പോന്നപ്പോ നാട്ടുകാര് പറഞ്ഞു വട്ടാണ്. ഇപ്പോ മേം സാവ് പറയുന്നു മുഴുപ്രാന്താണെന്ന്. അതെ, ഭ്രാന്തനാണ്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരൊക്കെ വട്ടന്മാരാണ്. പക്ഷെ മേം സാവ് കളിയാക്കണ്ട. എന്നെ പോലെ തന്നെ നിങ്ങൾക്കുമുണ്ട് എന്ത്? എന്താ മിണ്ടാത്തെ? വിഷമമായോ? ശരി തന്നെയാണ് പറഞ്ഞത്. ആണല്ലോ, വണ്ടിക്കാളകളാണ് മേം സാബ്. നമ്മളൊക്കെ വണ്ടിക്കാളകളായിരുന്നു. മതി സംസാരിച്ചത്. ഇല്ല, സംസാരിക്കണില്ല. വെറുതെ എന്തിന് അല്ലേ?
ഇത് ആവർത്തിക്കില്ലെങ്കിൽ ഞാൻ ഡോക്ടറെ കണ്ട് പറയാം ഡിസ്ചാർജ് ചെയ്യരുതെന്ന്. വേണ്ട മേം സാബ്, എനിക്ക് പോണം, മടുത്തു. സൂക്ഷിച്ചില്ലെങ്കിൽ ഇൻഫെക്ഷൻ ആവും. ഓ, ഈ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ലോകാവസാനമാണ്. ഒന്നും ഉണ്ടാവില്ല മേം സാബ്, ഞാൻ സൂക്ഷിച്ചോളാം. എന്ത് വിവേകടാ ലാൽ സാഹിബ് നിങ്ങൾ ചെയ്ത് വെച്ചേ? താൻ എനിക്ക് വിവരം ഉണ്ടാക്കുന്നത്. ബില്ല് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആ പണം അടച്ച് ഒരു വണ്ടി വിളിച്ചോണ്ട് വാ. ഉടനെ പോണം. പോയാൽ അടങ്ങിയൊതുങ്ങി ഒരിടത്ത് ഇരിക്കുവോ? ലാൻസ് നായിക് മുകുന്ദൻ മേനോൻ എന്ന് പറഞ്ഞാൽ അച്ചടക്കത്തിന്റെ പര്യായമാണ്. അച്ചടക്കത്തിന്റെ ഒലക്ക